നിങ്ങൾ കഴിഞ്ഞ കുറേ കസ്റ്റമറായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ ദിവസവും, അതൊരു ആൻസറാണ്. ഞാൻ മാനോഷിച്ച കേസ് ഫയൽ ചെയ്തു. എൻ്റെ അഡ്വക്കേറ്റ് മാത്യു കൊടുത്താണ് വിശദാംശങ്ങൾ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രിമിനൽ നടപടി പ്രകാരമുള്ള കേസാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പൊതുമധ്യത്തിൽ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്താനും അതുപോലെ തന്നെ തേജോവധം ചെയ്യാനും മനഃപൂർവ്വമായി പരിശ്രമിച്ചു എന്ന വകുപ്പുകൾ വരുന്ന CRPC 199 200 പ്രകാരമുള്ള കേസാണ്, ക്രിമിനൽ കേസാണ് ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് സംബന്ധിച്ച് സിവിൽ ഡാമേജസ് ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള കേസ് വേറെയാണ് ഫയൽ ചെയ്തത്. ഈ ഘട്ടത്തിൽ ക്രിമിനൽ ക്രമപ്രകാരം ചെയ്തിട്ടുള്ള ഈ കേസ് കോടതി ഫയലിൽ അക്സെപ്റ്റ് ചെയ്ത് ഇപ്പോൾ സാക്ഷികൾക്ക് സമൻസ് ഇതിന് ഉത്തരവായിട്ടുണ്ട്. ഈ 16-ാം തീയതി സാക്ഷികളുടെ കൂടി മൊഴി എടുത്തതിന് ശേഷം മറ്റ് വിചാരണ നടപടികളിലേക്ക് നടക്കും. ഇത് പൊതുമധ്യത്തിൽ ആളുകളെ ഇതുപോലെ എന്തും പറഞ്ഞ് അപകീർത്തിപ്പെടുത്താൻ ഏത് നിലയിലും എന്തും ആയിക്കളയാമെന്നുള്ള ഒരു ശൈലി പലപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു നീക്കം കൂടിയാണ്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ ഒരു കാരണവശാലും ഉന്നയിക്കരുതാത്ത അടിസ്ഥാനരഹിതമായ സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ നടപടിയാണ്. ബാക്കി സ്ഥിതിയിലായതുകൊണ്ട് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നു. താങ്ക് യു.